മഹാഭാരതം ഹൈന്ദവ ഇതിഹാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ ധർമ്മം, നീതി, ബന്ധങ്ങൾ, യുദ്ധം, തത്വചിന്ത എന്നിവയെല്ലാം കെട്ടുപിണിഞ്ഞിരിക്കുന്നു. ഇതൊരു വലിയ കഥയായതുകൊണ്ട് ഒരുമിച്ച് പറഞ്ഞു തീർക്കാൻ പ്രയാസമാണ്. എങ്കിലും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഞാനിപ്പോൾ പറയാം. ആമുഖം, കുരുവംശവും കഥാപാത്രങ്ങളും. മഹാഭാരതം പ്രധാനമായും ഹസ്തിനപുരി ഭരിക്കുന്ന കുരുവംശത്തിന്റെ കഥയാണ്. ഈ വംശത്തിൽ പ്രധാനമായും രണ്ട് ശാഖകളാണ് ഉണ്ടായിരുന്നത്: ധൃതരാഷ്ട്രരുടെ മക്കളായ കൗരവരും പാണ്ഡുവിന്റെ മക്കളായ പാണ്ഡവരും. കൗരവർ, ദുര്യോധനനായിരുന്നു മൂത്തയാൾ. ദ്വശലൻ, യുയുത്സു, ഇദ്ദേഹം പിന്നീട് പാണ്ഡവരോടൊപ്പം ചേർന്നു എന്നിവരുൾപ്പെടെ 100 മക്കളാണ് ധൃതരാഷ്ട്രർക്കുണ്ടായിരുന്നത്. ഇവർക്ക് അധികാരത്തോടും സമ്പത്തിനോടുമുള്ള അത്യാഗ്രഹം കൂടുതലായിരുന്നു. പാണ്ഡവർ, ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ, അതിശക്തനായ ഭീമസേനൻ, അജേയനായ അർജുനൻ, ഇരട്ടകളായ നകുലൻ, സഹദേവൻ എന്നിവരായിരുന്നു പാണ്ഡവർ. ഇവർക്ക് ധർമ്മത്തിലും നീതിയിലും വിശ്വാസമുണ്ടായിരുന്നു. ഈ രണ്ടു കൂട്ടരുടെയും പിതാക്കന്മാരായ ധൃതരാഷ്ട്രരും പാണ്ഡുവും സഹോദരങ്ങളായിരുന്നു. ധൃതരാഷ്ട്രർക്ക് കാഴ്ചയില്ലാത്തതുകൊണ്ട് രാജ്യഭാരം പാണ്ഡുവിനായിരുന്നു. എന്നാൽ പാണ്ഡുവിന് ഒരു ശാപം മൂലം മക്കളുണ്ടാകില്ലായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ ഭാര്യമാരായ കുന്തിയും മാദ്രിയും ദേവന്മാരുടെ അനുഗ്രഹത്താൽ മക്കളെ പ്രസവിച്ചു. പാണ്ഡുവിന്റെ മരണശേഷം ധൃതരാഷ്ട്രർ രാജാവായി. മത്സരവും വൈരാഗ്യവും. കൗരവർക്ക് പാണ്ഡവരോട് അസൂയയായിരുന്നു. പ്രത്യേകിച്ചും പാണ്ഡവർക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയും അവരുടെ കഴിവുകളും അവരെ അസ്വസ്ഥരാക്കി. ദുര്യോധനന്റെ നേതൃത്വത്തിൽ കൗരവർ പലപ്പോഴും പാണ്ഡവരെ ദ്രോഹിക്കാൻ ശ്രമിച്ചു. ചെറുപ്പത്തിൽ തന്നെ വിഷം കൊടുക്കാനും ലാശാഗ്രഹത്തിൽ തീവെച്ച് കൊല്ലാനും അവർ ശ്രമിച്ചു. എന്നാൽ ഈ ശ്രമങ്ങളിൽ നിന്നെല്ലാം പാണ്ഡവർ രക്ഷപ്പെട്ടു. പാണ്ഡവർക്ക് ദ്രൗപദിയെ വിവാഹം ചെയ്തു കിട്ടിയതും മായാവി വിശ്വകർമാവ് നിർമ്മിച്ച ഇന്ദ്രപ്രസ്ഥത്തിലെ മനോഹരമായ കൊട്ടാരവും കൗരവരുടെ അസൂയ വർദ്ധിപ്പിച്ചു. യുധിഷ്ഠിരൻ രാജസൂയ യാഗം നടത്തിയപ്പോൾ മായാവിദ്യ കാരണം ദുര്യോധനൻ വെള്ളത്തെ കരയാണെന്ന് തെറ്റിദ്ധരിച്ച് വീണതും ഭീമൻ അത് കണ്ടു ചിരിച്ചതും ദുര്യോധനനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. ചൂതുകളിയും വനവാസവും. ഈ അസൂയയുടെയും വൈരാഗ്യത്തിന്റെയും മൂർധന്യാവസ്ഥയായിരുന്നു ചൂതുകളി. ശകുനിയുടെ തന്ത്രങ്ങളിൽ കുടുങ്ങി യുധിഷ്ഠിരൻ തന്റെ രാജ്യവും സമ്പത്തും സഹോദരങ്ങളെയും ഒടുവിൽ ദ്രൗപദിയെയും പണയം വെച്ച് തോറ്റു. ദ്രൗപദിയെ കൗരവർ ഹ്യൂമിലിയേറ്റഡ് ചെയ്തു. ദുര്യോധനൻ അവളെ വസ്ത്രക്ഷേപം ചെയ്യാൻ ശ്രമിച്ചു. ഈ സമയത്താണ് കൃഷ്ണൻ ദ്രൗപദിയുടെ മാനത്തിന് കാവലായി എത്തുന്നത്. ഈ സംഭവത്തിനു ശേഷം പാണ്ഡവർ 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും ആരും തിരിച്ചറിയാതെ ജീവിക്കുക ചെയ്യേണ്ടി വന്നു. യുദ്ധത്തിലേക്കുള്ള ഒരുക്കങ്ങൾ. വനവാസത്തിനു ശേഷം പാണ്ഡവർക്ക് അവരുടെ രാജ്യം തിരികെ ലഭിക്കുമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ ദുര്യോധനൻ സൂചികുത്താൻ പോലും ഭൂമി നൽകില്ലെന്ന് ശപഥം ചെയ്തു. ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ യുദ്ധം ഒഴിവാക്കാൻ 5 ഗ്രാമങ്ങൾ മതിയെന്ന് അഭ്യർത്ഥിച്ചു. പക്ഷേ ദുര്യോധനൻ വഴങ്ങിയില്ല. സമാധാന ദൂതനായി കൃഷ്ണൻ വന്നെങ്കിലും ദുര്യോധനൻ വഴങ്ങാതെ വന്നപ്പോൾ യുദ്ധം അനിവാര്യമായി. കുരുക്ഷേത്ര യുദ്ധം. ഇരുപക്ഷത്തും വലിയ സൈന്യങ്ങൾ അണിനിരന്നു. ഭീഷ്മർ, ദ്രോണർ, കർണൻ എന്നിവർ കൗരവരുടെ പക്ഷത്തും അർജുനൻ, ഭീമസേനൻ, യുധിഷ്ഠിരൻ, ശ്രീകൃഷ്ണൻ, സാരഥിയായി എന്നിവർ പാണ്ഡവരുടെ പക്ഷത്തും നിന്നു. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് അർജുനൻ തന്റെ ബന്ധുക്കളോട് യുദ്ധം ചെയ്യാൻ മടിച്ചപ്പോൾ കൃഷ്ണൻ അദ്ദേഹത്തിന് ഭഗവത്ഗീത ഉപദേശിച്ചു. ധർമ്മം സ്ഥാപിക്കാൻ യുദ്ധം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് കൃഷ്ണൻ അർജുനനെ ബോധ്യപ്പെടുത്തി. 18 ദിവസം നീണ്ടുനിന്ന ഭയങ്കരമായ യുദ്ധമായിരുന്നു കുരുക്ഷേത്ര യുദ്ധം. ധർമ്മം പാണ്ഡവരോടൊപ്പം നിന്നതുകൊണ്ട് അവസാനം അവർ വിജയിച്ചു. ദുര്യോധനൻ ഉൾപ്പെടെയുള്ള എല്ലാ കൗരവരും കൊല്ലപ്പെട്ടു. യുദ്ധാനന്തരം. യുദ്ധത്തിൽ വിജയിച്ചെങ്കിലും പാണ്ഡവർക്ക് വലിയ ദുഃഖമുണ്ടായിരുന്നു. കാരണം അവർക്ക് പല ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും നഷ്ടപ്പെട്ടിരുന്നു. യുധിഷ്ഠിരൻ ഹസ്തിനപുരിയുടെ രാജാവായി. പിന്നീട് പാണ്ഡവർ തങ്ങളുടെ ഭരണം മകൻ പരീക്ഷത്തിന് കൈമാറി മഹാപ്രസ്ഥാനത്തിനായി സ്വർഗാരോഹണം യാത്രയായി. മഹാഭാരതം വെറുമൊരു യുദ്ധകഥയല്ല, മറിച്ച് ധർമ്മം, അധർമ്മം, നീതി, അനീതി, ബന്ധങ്ങളുടെ സങ്കീർണതകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു തത്വചിന്താ ഗ്രന്ഥം കൂടിയാണ്. ഈ കഥയിലെ ഓരോ ഭാഗവും ഓരോ പാഠമാണ്. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഏത് ഭാഗമാണ് കൂടുതൽ വിശദീകരിക്കേണ്ടത്?